നമസ്കാരം. സിവിൽ പോലീസ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോഴുള്ള സംശയം ഏത് ബറ്റാലിയനിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓരോ ബറ്റാലിയനുകളെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ബറ്റാലിയനിലാണ് അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലാവും. 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം, അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ 2026 വരാനിരിക്കുന്ന ഏപ്രിൽ മാസം വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള അല്ലെങ്കിൽ ആ ഷോർട്ട് ലിസ്റ്റ് പ്രകാരമുള്ള കട്ട് ഓഫ് നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ തൊട്ടു മുമ്പത്തെ 593/2023 എന്ന് പറയുന്ന 2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ള 2026 ഏപ്രിൽ മാസം അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെയും കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഏത് ബറ്റാലിയനുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ അല്ലെങ്കിൽ നല്ലത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഏത് ബറ്റാലിയനിലാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനപ്പം ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് 740/2024 എന്ന് പറയുന്ന 740/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള ലിസ്റ്റാണ്. ഇവിടെ ഞാൻ വ്യുമൻ CPOയും അതേപോലെ തന്നെ നോർമൽ CPOയും രണ്ടും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടു പേർക്കും ഇത് നോക്കാവുന്നതാണ്. ഇതിലെ കട്ട് ഓഫ് അതേപോലെ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം ഇന്ന് തൊട്ട് മുമ്പത്തെ റാങ്ക് ലിസ്റ്റും ഒക്കെ നമുക്ക് പരിശോധിക്കാം. മക്കളെ, ഇത് ഷോർട്ട് ലിസ്റ്റ് പ്രകാരമാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അതിൻ്റെ ഫിസിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ഷോർട്ട് ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? 740/2024 എന്ന് പറയുന്ന 2026 റാങ്ക് ലിസ്റ്റ് വരേണ്ടുന്ന ആ ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. മക്കളെ, അതിൽ SAP, അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്ന SAP എന്ന് പറയുന്നതിൻ്റെ കട്ട് ഓഫ് 50.67 ആയിരുന്നു. 1096 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, 50.67 ആണ് SOPയുടെ കട്ട് ഓഫ്. 1096 പേരെയാണ് ഉൾപ്പെടുത്തിയത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 593/2023 എന്ന് പറയുന്ന നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള, അതായത് നിലവിൽ ജോലി നൽകിക്കൊണ്ടിരിക്കുന്ന, അഡ്വൈസ് നൽകിക്കൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള കാര്യമാണ്. അതിൽ SAP, അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്ന SAPയുടെ കട്ട് ഓഫ് 51 ആയിരുന്നു. നോക്കിയേ മക്കളെ, വ്യത്യാസം നോക്കിയേ. ഇവിടെ 50.67 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വന്നത്. തൊട്ട് മുൻപ് കട്ട് ഓഫ് കൂടുതലായിരുന്നു. അന്ന് 744 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് 250 പേരെ കഴിഞ്ഞ തവണ കുറവായിരുന്നു. ഇപ്പോൾ 250 പേരെ കൂടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അഡ്വൈസ് നോക്കിയേ. നിലവിൽ അഡ്വൈസ് പോയത് 186 പേർക്കാണ്. 46 വേക്കൻസിയും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ 232 വേക്കൻസികളിലേക്കാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്, SAPയിൽ പോയിട്ടുള്ളത്. ഇപ്പൊ മാസം ഡിസംബർ ആയിട്ടുള്ളൂ. ഇനിയും ഒരു 4 മാസം കൂടി കാലാവധി ഉണ്ട്. അപ്പൊ 4 മാസത്തിനിടയ്ക്ക് കുറെ കൂടെ വേക്കൻസികൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യതയുണ്ട്. ഒരു 300-നടുത്ത് വേക്കൻസികൾ നമുക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ 186 നിലവിൽ അഡ്വൈസ് പോയി, 46 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 232. ഇതൊരു 300ലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 300ലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് SAPയുടെ ചുരുക്കം. അപ്പൊ SAP എന്ന് പറയുന്ന ബറ്റാലിയൻ ഏത് ജില്ലയാണ്? അത് തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ബറ്റാലിയനാണ്. തിരുവനന്തപുരത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ നിങ്ങൾ SAP ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ ക്യാമ്പ് വരാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. നിങ്ങൾ ഒരു വർഷം ക്യാമ്പ് അല്ലെങ്കിൽ 9 മാസം ട്രെയിനിങ് ചെയ്യേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരണം. നിങ്ങൾ ഇനിയും ഇത് പൂർത്തിയാക്കി, നിങ്ങളുടെ ട്രെയിനിങ് പൂർത്തിയാക്കിയാലും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരിക എവിടെയായിരിക്കും? അത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തിൽ വരുന്ന SAP ക്യാമ്പുമായി ബന്ധപ്പെട്ടായിരിക്കും. സ്റ്റേഷൻ വാങ്ങുമ്പോഴും നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് വരിക. ഇനി ഏതെങ്കിലും തരത്തിൽ ഡെപ്യൂട്ടേഷനോ മറ്റോ എടുത്ത് മാറുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്വന്തം ജില്ലകളിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നീട് മ്യൂച്വൽ ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒക്കെ വരണമെങ്കിലൊക്കെ ഒരുപാട് കാലതാമസം എടുക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ബറ്റാലിയൻ ആയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ല തന്നെയായിരിക്കും. നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആളാണെങ്കിലും നിങ്ങളുടെ ഹോം ബറ്റാലിയൻ തിരുവനന്തപുരം ജില്ലയായിരിക്കും. ഓക്കെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കാം. തൊട്ടടുത്ത ബറ്റാലിയൻ അത് KP1 ആണ്. നമ്മൾ KP1 ആണ് പരിശോധിക്കുന്നത്. KP1 എന്ന് പറയുന്ന ബറ്റാലിയന്റെ കട്ട് ഓഫ് 52.67 ആയിരുന്നു. നിലവിലത്തെ കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത്. നിലവിൽ ഷോർട്ട് ലിസ്റ്റ് വന്ന കട്ട് ഓഫ് ആണ്. 52.67 ആണ്. 694 പേരെയാണ് ഈ പറയുന്ന KP1 ബറ്റാലിയനകത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 694 പേരെയാണ്. ഇത് എറണാകുളം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ബറ്റാലിയനാണ്. KP1 ബറ്റാലിയൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ബറ്റാലിയനാണ്. അവിടെ 52.67 കട്ട് ഓഫ് 694 പേരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാലോ,
KP1 എറണാകുളം ജില്ലയെ പ്രതികരിക്കുന്നതിൽ 45.67 കട്ട് ഓഫും 633 പേരെയുമാണ് ഉൾപ്പെടുത്തിയത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഇവിടെ 52.67 694 പേരെ ഉൾപ്പെടുത്തി. കട്ട് ഓഫ് കൂടുതലായിരുന്നു. ഇവിടെ നോക്കിയാൽ കട്ട് ഓഫ് കുറവായിരുന്നു, പക്ഷെ 633 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം, കട്ട് ഓഫ് കൂടുമ്പോൾ ആളുകളുടെ എണ്ണവും കുറയുകയല്ല ചെയ്യുന്നത്, ആക്ച്വലി കൂടുക തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട്, കുട്ടികളുടെ പഠന നിലവാരം നന്നായിട്ട് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. വ്യക്തമാണല്ലോ, കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടുന്നുണ്ട്, കുട്ടികളുടെ പഠന നിലവാരം കൂടുന്നുണ്ട്. അതായത് ഇവിടെ 45.67 ഉണ്ടായിരുന്നുള്ളെങ്കിൽ തൊട്ടടുത്ത വർഷത്തിലേക്ക് എത്തിയപ്പോൾ എത്രയായിട്ട് മാറിയത്? 52.67 ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7ഓളം മാർക്ക് കൂടി. പക്ഷെ ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ആക്ച്വലി ആളുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ കട്ട് ഓഫ് കൂടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടെ കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? എത്രയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്? 178 അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. 40 വേക്കൻസി നിലവിൽ വന്ന് പുതിയതായിട്ട് കിടപ്പുണ്ട് അഡ്വൈസ് പോവാനായിട്ട്. രണ്ടും കൂടി ചേർത്ത 218 വേക്കൻസികളാണ് പോയിട്ടുള്ളത്. 218 വേക്കൻസി പോയിട്ടുണ്ട്. ഇനിയും 4 മാസം മുന്നോട്ടുണ്ട്. ക്ലിയർ അല്ലേ? എറണാകുളമാണ് പ്രതിനിധീകരിക്കുന്നത് ഓർക്കുക. നിങ്ങളുടെ ഹോം ബറ്റാലിയനായിട്ട് വരിക KP1 ആയിരിക്കും. ഇനിയും അടുത്ത് നോക്കാം. അടുത്ത നോക്കിയോ മക്കളെ, അടുത്ത നോക്കിയോ. അടുത്ത KP2 എടുക്കാം. തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വരുന്ന KP2 ബറ്റാലിയൻ, തൃശ്ശൂരും അതിന്റെ പരിസര പ്രദേശങ്ങളും പാലക്കാടും ആ ഭാഗവും ഒക്കെ വരുന്നത് KP2 എന്ന് പറയുന്ന തൃശ്ശൂർ ബറ്റാലിയന് കീഴിലായിരിക്കും. മക്കളെ 58 ആണ് നിലവിൽ വന്ന കട്ട് ഓഫ്. 510 പേരെയാണ് നിലവിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 58 കട്ട് ഓഫും 510 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മക്കളെ നോക്കിയടാ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ്, അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം എടുക്കുകയാണെങ്കിൽ KP2 എന്ന് പറയുന്ന ബറ്റാലിയന്റെ കട്ട് ഓഫ് 52.33 ആയിരുന്നു. 52.33. ഇവിടെ കട്ട് ഓഫ് എത്രയാ? 58. എത്ര മാർക്ക് കൂടി? ഏതാണ്ട് 6 മാർക്കോളം കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ആളുകളുടെ എണ്ണം നിങ്ങൾ നോക്കിയേ. 510ഉം ഇവിടെ എത്രയാണ്? 525 ആയിരുന്നു. 525ൽ നിന്ന് തൊട്ടടുത്ത റാങ്ക് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ കട്ട് ഓഫ് എത്രയായിട്ട് മാറി? 58 ആയിട്ട് മാറി. 6 മാർക്കോളം കൂടി. പക്ഷേ ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല. അപ്പൊ അവിടെ എന്ത് കൂടുന്നുണ്ട് മക്കളെ? കോമ്പറ്റീഷൻ നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. ഇനി അഡ്വൈസ് നോക്കിയോ. 168 പേർക്ക് നിലവിൽ അഡ്വൈസ് പോയി. 60 പുതിയ വേക്കൻസി വന്ന് കിടപ്പുണ്ട്. അങ്ങനെ ആകെ 228 നിയമനങ്ങൾ അല്ലെങ്കിൽ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. 168 അഡ്വൈസ് പോയിട്ടുണ്ട്. 60 വേക്കൻസികളിലേക്ക് ഇനിയും അഡ്വൈസ് പോകാനുണ്ട്. ആകെ 228 വേക്കൻസികളാണ്. 4 മാസം ആ ലിസ്റ്റിനും കാലാവധി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ 3 ബറ്റാലിയനുകൾ നമ്മൾ നോക്കി. തിരുവനന്തപുരം നോക്കി, എറണാകുളം നോക്കി, തൃശ്ശൂർ പാലക്കാട് ഭാഗം വരുന്ന KP2 നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് KP3 ബറ്റാലിയനാണ്. 3 ജില്ലകളാണ് KP3 ബറ്റാലിയന്റെ കീഴിൽ വരിക. ഒന്നാമത്തത് പത്തനംതിട്ടയാണ്. ഹോം ഗ്രൗണ്ട് ആയിട്ട് വരിക പത്തനംതിട്ടയുടെ അടൂർ ക്യാമ്പാണ്. അടൂരാണ് വരിക. അടൂര് KP3യുടെ ക്യാമ്പാണ്. അവിടെയാണ് നിങ്ങൾ നിയമിക്കപ്പെടുക. ട്രെയിനിങ്ങിനും മറ്റ് ജോലിക്കും ഒക്കെ ആയിട്ട് നിയമിക്കപ്പെടുക. പത്തനംതിട്ട ജില്ലയ്ക്ക് കീഴിലായിരിക്കും. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, ഈ 3 ജില്ലകളാണ് ഇവിടെ വരിക. KP3 ബറ്റാലിയനിൽ വരിക. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം 3 ജില്ലകളാണ്. മക്കളെ, നിലവിലുള്ള ഷോർട്ട് ലിസ്റ്റിന്റെ കട്ട് ഓഫ് 56.33 ആയിരുന്നു. എത്രയാണ്? 56.33. 742 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 742 പേരെയാണ്. ഇനി മക്കളെ വ്യത്യാസം നോക്കിക്കോണേ. ഇവിടെ നോക്കിയേ, തൊട്ട് മുൻപത്തെ ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള 2023 593ന്റെ ലിസ്റ്റ് 45.33 ആണ് കട്ട് ഓഫ്. എത്രയാണ്? 45.33 ആണ് കട്ട് ഓഫ്. 1057 പേരെ ഉൾപ്പെടുത്തി. ഇവിടുന്ന് കട്ട് ഓഫ് മാറിയത് നോക്കിയാടാ. കട്ട് ഓഫ് മാറിയത് നോക്കിയേ, 56ലേക്ക് പോയി. 45ൽ നിന്ന് എത്രയിലേക്ക് പോയി? 56ലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ 11 മാർക്ക് കൂടിയിട്ടുണ്ട്. 11 മാർക്ക് കൂടിയപ്പോൾ ഏതാണ്ട് 300 പേര് കുറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, 11 മാർക്ക് കൂടിയപ്പോൾ 300 പേര് കുറഞ്ഞിട്ടുമുണ്ട്. കോമ്പറ്റീഷൻ കുറവാണെന്നൊന്നും പറയാൻ കഴിയില്ല. നല്ല കോമ്പറ്റീഷൻ ഉള്ള ജില്ല തന്നെയാണ്, അല്ലെങ്കിൽ ബറ്റാലിയൻ തന്നെയാണ് ഈ പറയുന്ന KP3 എന്ന് പറയുന്നത്. നല്ല കോമ്പറ്റീഷൻ ഉള്ള ബറ്റാലിയൻ തന്നെയാണ്. 742 പേരെ ഉൾപ്പെടുത്തി. നിയമനങ്ങളൊന്ന് നോക്കി നോക്കാം മക്കളെ. ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള നിയമനങ്ങൾ നോക്കിയാൽ നിലവിൽ 312 അഡ്വൈസ് പോയിട്ടുണ്ട്. 312 അഡ്വൈസ് പോയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് KP3 ആണ്. അത്യാവശ്യം വലിയ ബറ്റാലിയനാണ് KP3. 312 ആണ് നിലവിൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത്. 57 പുതിയ നിയമനങ്ങൾ വന്നു കിടപ്പുണ്ട്, വേക്കൻസികൾ വന്നു കിടപ്പുണ്ട്.
369 അഡ്വൈസുകൾ ആകെ പോകും. നമുക്ക് 400ഓളം പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതാണ്ട് 400ഓളം നമുക്ക് ഇനി 4 മാസമുണ്ട്. 369 അഡ്വൈസുകൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? KP3 പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ബറ്റാലിയനാണ്. കൂടുതൽ നിയമനങ്ങൾ നടക്കാം. വേക്കൻസി കട്ട് ഓഫ് കൂടിയപ്പോൾ അതനുസരിച്ച് ആളുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷൻ താരതമ്യേന ഉള്ള സ്ഥലം തന്നെയാണ് KP3 എന്ന് പറയേണ്ടി വരും. ആ രീതിയിലാണ് വരിക. 369 വേക്കൻസികൾ നിലവിലുണ്ട്. ശരി, നമുക്ക് അവിടെയും കിട്ടി. അപ്പോൾ നമ്മൾ ഏകദേശം തിരുവനന്തപുരം പഠിച്ചു, നോക്കി. അതേപോലെ പ്രധാനപ്പെട്ട കൊല്ലം, നമ്മുടെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ നമ്മൾ നോക്കി. ഏതാണ്ട് 4 ജില്ലകളായി. KP1 നമ്മൾ നോക്കി, എറണാകുളം ജില്ല. ദെൻ തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ വരുന്ന KP2 നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന KP4 ആണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന KP4 മക്കളെ നോക്കിയിടാം. 48.33 ആയിരുന്നു കഴിഞ്ഞ കട്ട് ഓഫ്. ഞാൻ ആദ്യം ഇവിടുത്തേത് പറയാം. KP4 56.67 ആയിരുന്നു ലാസ്റ്റ് വന്ന ഷോർട്ട് ലിസ്റ്റിന്റെ കട്ട് ഓഫ്. 746 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 56.67 കട്ട് ഓഫും 746 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇനി തൊട്ട് മുൻപത്തെ നോക്കിയേ, തൊട്ട് മുൻപത്തെ 48 ആയിരുന്നു കട്ട് ഓഫ്. 48 മക്കളെ, ആ വ്യത്യാസം കണ്ടോ? 56-ൽ നിന്ന് 48 ആയിരുന്നു തൊട്ട് മുമ്പ്. അപ്പം 48 എത്രയായിട്ട് മാറി? 56 ആയിട്ട് മാറി. ഏതാണ്ട് 8 മാർക്കോളം വർദ്ധിച്ചിട്ടുണ്ട്. 814 പേരെയാണ് അന്ന് ഉൾപ്പെടുത്തിയത് എങ്കിൽ നിലവിൽ ഉൾപ്പെടുത്തിയത് എത്ര പേരെയാണ്? വെറും 746 പേരെയാണ്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. അത്യാവശ്യം കുറച്ച് കോമ്പറ്റീഷൻ അവിടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിലത്തെ വേക്കൻസി നോക്കിയാടാം, 276 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. വേറെ വേക്കൻസി ഒന്നും വന്നിട്ടില്ല. 276 അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഇത് KP4. ഇനി KP5ലേക്ക് വന്നാൽ ഇടുക്കി ഉൾപ്പെടുന്ന KP5 കേട്ടോ. ഇതിലെ ജില്ലകൾ ഞാൻ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഉണ്ടെങ്കിലും നോക്കണേ. ജില്ലകൾ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ബറ്റാലിയൻ കറക്റ്റ് ആണ്, ജില്ലകളിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിക്കോണേ. അപ്പോൾ KP5 ഇടുക്കി ജില്ലയാണ്. അപ്പോൾ ഇടുക്കിയിൽ ഹോമായിട്ട് വരുന്ന KP5ന്റെ കട്ട് ഓഫ് മക്കളെ, നിലവിലത്തെ കട്ട് ഓഫ് നോക്കാം. നിലവിലത്തെ കട്ട് ഓഫ് നോക്കിയടാ, 53.33 കട്ട് ഓഫ് 693 പേരെയാണ് ഉൾപ്പെടുത്തിയത്. 53.33 കട്ട് ഓഫ് 693 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മക്കളെ ഇതിന്റെ നിലവിലത്തെ സ്റ്റാറ്റസ് നോക്കിയേ. ബറ്റാലിയൻ നിലവിലത്തെ സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ തൊട്ട് മുമ്പത്തെ, അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നോക്കിയേ, 42 ആയിരുന്നു കട്ട് ഓഫ്. 42-ൽ നിന്ന് 53ലേക്ക് 11 മാർക്ക് കൂടി. 593 പേരെയാണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 583 പേരായിരുന്നു. അവിടെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷെ 11 മാർക്ക് കട്ട് ഓഫ് കൂടി. അത്യാവശ്യം കോമ്പറ്റീഷൻ കൂടി. ഒന്നെങ്കിൽ കോമ്പറ്റീഷൻ കൂടിയതാണ്, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്ന് അവിടെ പോയി പരീക്ഷ എഴുതിയതാണ്. ക്ലിയർ അല്ലേ? ഒന്നെങ്കിൽ കോമ്പറ്റീഷൻ കൂടി, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലുള്ള ആളുകൾ KP5ൽ പോയി പരീക്ഷ എഴുതി. 180 അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്. 47 പുതിയ വേക്കൻസികൾ വന്നു കിടപ്പുണ്ട്. ആകെ 227 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തത്. ആകെ നിലവിൽ 227 വേക്കൻസികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ശരി, അടുത്ത് നോക്കാം മക്കളെ. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് MSP ആണ്. MSP മലപ്പുറം എന്ന് പറയുന്ന വലിയ ബറ്റാലിയനാണ് MSP എന്ന് പറയുന്നത്. 58 ആണ് കട്ട് ഓഫ്. 811 പേരെയാണ് ലാസ്റ്റിലത്തെ നിലവിലുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 58 കട്ട് ഓഫും 811 പേരെയുമാണ്. എന്നാൽ മക്കളെ, നോക്കിയടാ, തൊട്ട് മുമ്പത്തേത് MSP തൊട്ട് മുമ്പ് 51 ആയിരുന്നു. ഏതാണ്ട് 7 മാർക്ക് കൂടിയിട്ടുണ്ട്. പക്ഷെ ആളുകളുടെ എണ്ണം മാറിയിട്ടില്ല. നന്നായിട്ട് കോമ്പറ്റീഷൻ പുള്ള് ചെയ്യുന്ന ഒരു സ്ഥലമാണ് MSP എന്ന് പറയുക. 223 അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്. ഇതാണ് ബറ്റാലിയനുകൾ തിരിച്ചുള്ള കാര്യം. മക്കളെ, ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ ബറ്റാലിയനുകളിലും അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ കൂടുന്നത് കാണാൻ പറ്റും. എല്ലാ ബറ്റാലിയനുകളിലും നല്ല കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. ഏത് ബറ്റാലിയനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താലും കോമ്പറ്റീഷൻ അത്യാവശ്യം കൂടി വരുന്നത് കാണാനായിട്ട് കഴിയും. വേക്കൻസികളും അത്യാവശ്യം വലിയ വ്യത്യാസമില്ലാതെ KP3ൽ കൂടുതലാണ്. ബാക്കി വലിയ വ്യത്യാസമില്ലാതെ 200-300 ഇടയ്ക്ക് മറ്റു ബറ്റാലിയനുകളിൽ വേക്കൻസിയും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് ബറ്റാലിയനുകളിലേക്ക് അപ്ലൈ ചെയ്താലും എൻ്റെ അഭിപ്രായം നിങ്ങൾ സ്വന്തം ബറ്റാലിയൻ തന്നെ, നിങ്ങളുടെ വീടിരിക്കുന്ന ബറ്റാലിയൻ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. ഇത് കുറച്ചുകൂടി അഭികാമ്യം അതാണ്. കാരണം വലിയ വ്യത്യാസങ്ങളൊന്നും ബറ്റാലിയനുകൾ തമ്മിലില്ല. നിങ്ങളുടെ സ്വന്തം ബറ്റാലിയൻ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ആ രീതിയിൽ അതിനെ കാണാവൂ. അല്ലാതെ ഒരു ബറ്റാലിയൻ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ ബറ്റാലിയനുകളിലും കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാ ബറ്റാലിയനുകളിലും ഏകദേശം ഒരേപോലെയുള്ള നിയമനങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇനി വ്യുമൻ CPOയിലേക്ക് വന്നാൽ മക്കളെ, വ്യുമൻ CPOയിലേക്ക് വരുമ്പോൾ നോക്കിയടാ,
നിലവിൽ 582/2024 എന്ന് പറയുന്ന നിലവിലത്തെ ഷോർട്ട് ലിസ്റ്റിന്റെ കട്ട് ഓഫ് 57.33 ആണ്. 790 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. ഓർത്തോണേ, ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് വരുന്ന ഒരു ലിസ്റ്റാണ് ഏത് എന്ന് പറയുക, വ്യുമൻ CPO എന്ന് പറയുന്നത്. 790 പേരെ ഉൾപ്പെടുത്തി 57.33 കട്ട് ഓഫ് ആണ്. ഇനി മക്കളെ ദാ നോക്കിയടാ, 57.67 കട്ട് ഓഫ് മാറിയിട്ടില്ലേ? 888 പേരെ ഉൾപ്പെടുത്തി. ലിസ്റ്റിൽ നിന്ന് ആളിലും വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെയും 790, ഇവിടെ 888, ഒരു 100 പേരുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 223 പേരെ ഉൾപ്പെടുത്തി. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് നമ്മുടെ വിമൻ CPOയുടെ കേസിലും കോമ്പറ്റീഷൻ അത്യാവശ്യമുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ചുരുക്കം. ഇനി ഞാൻ കേരളം മുഴുവനായിട്ട് ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻസിന്റെ കാറ്റഗറിയിൽ വരുന്ന 593/2024 ഇതുവരെ 1996 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ദെൻ വിമൻ CPO ആണ് എങ്കിൽ 223 അഡ്വൈസുമാണ് പോയിട്ടുള്ളത്. രണ്ടും കൂടി ചേർത്ത് ഏതാണ്ട് 2150ഓളം അഡ്വൈസ് രണ്ടും കൂടി ചേർത്ത് പോയതായിട്ട് കാണാൻ കഴിയും. ഇതൊരു 2500 അല്ലെ, മൊത്തത്തിലാണ് ഞാൻ ഈ പറയുന്ന ഈ ഒരു മെൻസിന്റെ കാറ്റഗറി ഏതാണ്ട് 2500 പോയേക്കാം. അപ്പൊ സ്വന്തം ബറ്റാലിയൻ ഏതാണോ ആ ബറ്റാലിയൻ തന്നെ ചൂസ് ചെയ്യുന്നതാണ് CPO പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് കാണാൻ കഴിയും. നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് കയറാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കട്ട് ഓഫ് ഏകദേശ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോഴും 50നും 60നും അടുത്തേക്ക് പോയി. അപ്പം നമ്മൾ എപ്പോഴും എയിം ചെയ്യുമ്പോൾ നമുക്കൊരു 65+ സ്കോർ ചെയ്യാൻ കഴിയണം. 65+ സ്കോർ ചെയ്യാൻ കഴിയണം. ഉറപ്പായിട്ടും നിങ്ങൾ 65+ സ്കോർ ചെയ്യാൻ കഴിയണം. ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. അതിനൊരു നോർമൽ സ്റ്റഡി പോരാ. ഓക്കെ, ഒരു നോർമൽ സ്റ്റഡി പോരാ, അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി വേണം. ആ ഡെഡിക്കേറ്റഡ് സ്റ്റഡിക്ക് നിങ്ങൾ റെഡിയാണ് എങ്കിൽ മക്കളെ, ഈ വരുന്ന ഡിസംബർ 22 തിങ്കളാഴ്ച നമ്മുടെ ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഗോൾഡ് ബാച്ചിന്റെ പ്രത്യേകത എന്താണ് നോർമൽ ബാച്ചും ഗോൾഡ് ബാച്ചും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കാക്കി അണിയാം എന്നുള്ളത് കൃത്യമായി പഠിച്ചവനിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഞാൻ ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത ആളാണ്. ഞാൻ ക്രാക്ക് ചെയ്ത സ്ട്രാറ്റജികൾ എന്താണോ അതിനേക്കാൾ ഒരു മഴ മുന്നേ ഇപ്പൊ ഇതുവരെ ഞാൻ കുട്ടികളോട് സംസാരിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്യുക. ഇത് CPO WCPO മാത്രമല്ല, ഫയർമാനും CEOയും ഈ പരീക്ഷകൾക്കെല്ലാം ഈ പറയുന്ന ഉപകാരപ്പെടും. CPO WCPO ഫയർമാൻ CEO WCO ഈ പരീക്ഷകൾക്കെല്ലാം ഈ പറയുന്ന ബാച്ച് ഉപകാരപ്പെടും. ഇത് ഗോൾഡ് ബാച്ചാണ്. ഈ ബാച്ചിന്റെ പ്രത്യേകത, ഇവിടെ ഒരു പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഞാനായിരിക്കും നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരിക. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഒരു ദിവസത്തെ സമയത്തെ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത് ഞാനും നിങ്ങളും തമ്മിലൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. ആ ഒരു കണക്ഷനിലായിരിക്കും പറയുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ നിങ്ങളുടെ ബാച്ചുകളിൽ അവൈലബിൾ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരും. അതേപോലെ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് കിട്ടിയിരിക്കും. ഞാൻ നിങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ ലൈവുമായിട്ട് വരും. അതേപോലെ ഞാനൊരു 150 ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ 150 ടോപ്പിക്കുകൾ GK എന്നുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ ആക്കി തരാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ബാച്ചിൻ്റെ പ്രത്യേകത. 250 സ്റ്റുഡൻസിന് മാത്രമേ ഈ ബാച്ചിലേക്ക് പറ്റുള്ളൂ. കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ 250 പേരാണ്. ഇത് പ്രയോജനം ഉണ്ടാവണം. നിങ്ങൾ തരുന്ന ഇതിൻ്റെ ഫീസ് കൂടുതലാണ് കേട്ടോ. ഇതിൻ്റെ ഫീസ് കൂടുതലാണ്, ഒന്നും നോക്കണ്ട, ഫീസ് കൂടുതലാണ്. 4500 രൂപ നിങ്ങൾ പേ ചെയ്യണം. ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ 4500 രൂപ പേ ചെയ്യണം. നിങ്ങൾ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിലവിലത്തെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫ് കിട്ടും. ബാക്കി എല്ലാവരും 4500 രൂപ പേ ചെയ്യണം. മക്കളെ, നിങ്ങൾ 4500 രൂപ പേ ചെയ്യുമ്പോൾ നിങ്ങൾ ജോലിക്ക് വേണ്ടി മുടക്കുന്ന പൈസയാണ്. നിങ്ങൾ ഇനിയും മുടക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ജോലിക്ക് വേണ്ടി മുടക്കുന്ന പൈസയാണ്. ആ രീതിയിൽ സ്ട്രക്ചർ ചെയ്യുന്ന പരീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാത്ത ആരും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട. വെറുതെ സീറ്റ് കളയേണ്ട. വേറൊരു ഉദ്യോഗാർത്ഥി, ജോലി നേടാൻ ആഗ്രഹിക്കുന്ന വേറൊരു ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യേണ്ട, അവൻ്റെ സമയം വെറുതെ കളയേണ്ട. അതുകൊണ്ട് ജോലി ആഗ്രഹമുള്ള, പഠിക്കുമെന്നുറപ്പുള്ള, മടി മാറ്റി വെച്ചിരിക്കുമെന്നുറപ്പുള്ള, ജീവിതത്തെ സീരിയസ് ആയി കാണുമെന്നുറപ്പുള്ള, സീരിയസ് ആയിട്ട് പഠനത്തെ കാണുമെന്നുറപ്പുള്ള ആളുകൾ മാത്രം ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അങ്ങനെയുള്ളവർ ഇതാ ഈ നമ്പറിലോട്ട് ഒന്ന് വിളിച്ചോടാ. 8281223366 എന്ന നമ്പറിലോട്ട് വിളിച്ചോ. ഈ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. 8281223366 എന്ന നമ്പറിലോട്ട് വിളിച്ചോടാം. നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ. 250 പെട്ടെന്ന് ഫില്ലാകും. നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ. നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ഞാൻ 22-ാം തീയതി വരും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ് ഞാൻ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റാങ്ക് നേടാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ബാച്ചിൽ കാണാം.